ചിത്രത്തിൻ്റെ വൈറ്റ് ബാലൻസ് അഥവാ കളർ എങ്ങനെയാണ് കൃത്യമാക്കുക എന്നുള്ളതാണ്. അത് ക്യാമറയിൽ പറയുന്ന പേരാണ് വൈറ്റ് ബാലൻസ്. ഇതെന്തുകൊണ്ട് വൈറ്റ് ബാലൻസ് എന്ന് പറയുന്നത് പറഞ്ഞാൽ വെള്ള നിറത്തിൽ എന്തെങ്കിലും ഒന്ന് കലർന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. വെള്ള നിറത്തിൽ ഒരു ചുവപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറുപ്പ്, നീല, ഏത് കളർ, മഞ്ഞ ഏത് കയറി കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും ഇത് കറക്റ്റ് വൈറ്റ് അല്ല, ഇതിനകത്ത് എന്തോ ചുവപ്പ് മിക്സ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ പച്ച മിക്സ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ പറയും. അതുകൊണ്ട് വെള്ള എന്നുള്ള നിറത്തിനെ ഒരു റെഫറൻസായി എടുത്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ മറ്റ് നിറങ്ങളൊക്കെ കൂടി അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് പോയിട്ട് നിൽക്കും. അതായത് പച്ച നിറം നോക്കിയിട്ട് ഇത് കൃത്യം പച്ചയല്ലല്ലോ, ഇതിൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് നമ്മളെ കണ്ണിന് അത്രയും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ വെള്ളയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മളിത് വെള്ളയല്ല, ഇതിൽ മിക്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അതേപോലെ ഇത് അത് എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നു പറഞ്ഞാൽ സ്കൂൾ അസംബ്ലിയിൽ എല്ലാ കുട്ടികളും ലൈനിൽ കറക്റ്റ് ആണെങ്കിലും ഒരു വരിയിലെ കുട്ടികൾ ഒരു ആദ്യത്തെ കുട്ടി മുന്നോട്ട് കയറി നിൽക്കുന്നത് അല്ലെങ്കിൽ എല്ലാ കുട്ടികളും മുന്നോട്ട് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് പോയിട്ട് ഒരിക്കലും അതിൽ ഓരോ കുട്ടിനെയും പിടിച്ച് പുറകോട്ടാക്കുകയല്ല ചെയ്യുക. മുന്നിൽ നിൽക്കുന്ന ഓവർ തള്ളി നിൽക്കുന്ന കുഞ്ഞിനെ കുറച്ചൊന്ന് പുറകിലോട്ട് തള്ളിക്കൊടുക്കും. അപ്പോൾ അതിൻ്റെ പുറകിലുള്ളവൻ അതിൻ്റെ പുറകിലുള്ള എല്ലാവരും കൂടി പോയിട്ട് കറക്റ്റ് അവരുടെ പൊസിഷനിൽ നിൽക്കും. നമ്മൾക്ക് കറക്റ്റായിട്ട് അസംബ്ലി ചെയ്യാൻ പറ്റും. അതേപോലെയാണ് ഇവിടെ വെള്ള നിറത്തിനെ നമ്മൾ കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ട് വെള്ളയാക്കി നിർത്തുമ്പോൾ ആ ക്യാമറ മറ്റുള്ള കളേഴ്സിനൊക്കെ അതിൻ്റെ കറക്റ്റായ തനത് അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. അതോടുകൂടി നമുക്ക് മനോഹരമായ കറക്റ്റ് കളറുള്ള ചിത്രങ്ങൾ ലഭിക്കും. എങ്ങനെയാണ് ക്യാമറയിൽ പ്രാക്ടിക്കലി ഇത് സെറ്റ് ചെയ്യുക, വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യുക, അതുപോലെ എങ്ങനെയാണ് ഇതിനെ ചീറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഇത് ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്യാമറയിൽ നിങ്ങളുടെ വൈറ്റ് ബാലൻസിൻ്റെ ബട്ടൺ ഉണ്ടാവുക, WB എന്നെഴുതിയിട്ടുള്ള ഒരു ബട്ടനാണ് ഉണ്ടാവുക. എൻട്രി ലെവൽ ക്യാമറാസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ, ക്യാനണിലാണെങ്കിൽ 4 ആരോ കീ ഉണ്ടല്ലോ നിങ്ങളുടെ ബോഡിയിൽ, സെറ്റ് എന്ന് എഴുതിയതിൻ്റെ മുകളിൽ ഭാഗത്തുള്ള ആരോ പ്രസ് ചെയ്താൽ WB എന്ന് കിട്ടും. നിക്കോണിൽ വൈറ്റ് ബാലൻസിനായിട്ട് ഓപ്ഷൻ ഉണ്ട്, പിന്നെ സോണിയിലുമുണ്ട്. അതിനായിട്ട് എനിക്ക് തോന്നുന്നു നിക്കോണിൻ്റെ എൻട്രി ലെവൽ ക്യാമറാസിൽ മെനുവിൽ പോയിട്ടാണ് നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പേ അതിൻ്റെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാനുണ്ട്. ഓക്കെ, നമ്മുടെ ക്യാമറ കമ്പനികൾ ഡിസൈൻ ചെയ്യുന്നത് സൂര്യപ്രകാശത്തിനെ ബേസ് ചെയ്തിട്ടാണ്. സൂര്യപ്രകാശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് ഒന്ന് നാച്ചുറൽ കണ്ടിന്യൂസ് ലൈറ്റാണ്. അതായത് 2 വിധത്തിലുള്ള ലൈറ്റുകളാണ് നമുക്ക് ഇന്ന് ഉപയോഗത്തിലുള്ളത്. ഒന്ന് സ്ട്രോബ് ലൈറ്റുകളും മറ്റൊന്ന് കണ്ടിന്യൂസ് ലൈറ്റുകളും. സ്ട്രോബ് ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇടിമിന്നലാണെങ്കിൽ അതൊരു സ്ട്രോബാണ്. കാരണം ഒരു ഫ്ലാഷ് ചെയ്യുന്ന ഒരു സംഭവമുള്ളൂ. നമ്മുടെ ക്യാമറ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോബാണ്. അത് ആ ഒരു സമയത്ത് മാത്രം ഒന്ന് ഫ്ലാഷ് ചെയ്തിട്ട് പോകും. ഹൈ പവറുള്ള ലൈറ്റ് ആയിരിക്കും, പക്ഷേ അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഫ്ലാഷ് ചെയ്തിട്ട് അങ്ങ് പോവുകയുള്ളൂ. ഇങ്ങനെയുള്ള ലൈറ്റുകളുണ്ട്. അതേപോലെ സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ലൈറ്റാണ്. അതേപോലെ ബൾബിൽ നിന്ന്, ട്യൂബിൽ നിന്ന്, അതേപോലെ LED പാനലിൽ നിന്നൊക്കെ വരുന്ന ലൈറ്റുകൾ കണ്ടിന്യൂസ് ലൈറ്റാണ്. ഇത് തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ 2 ടൈപ്പ് ലൈറ്റുകളാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. സൂര്യപ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേയും ബേസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ലൈറ്റാണ്. അപ്പോൾ ഈ സൂര്യപ്രകാശത്തിനെ ബേസ് ചെയ്തിട്ടാണ് ക്യാമറയിൽ നിറങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത്. ഓരോ കളറും പച്ച കളറാണെങ്കിൽ പച്ചയാണെന്ന് അതിന് തിരിച്ചറിയണമെങ്കിൽ അത് സൂര്യപ്രകാശത്തിൽ ഷൂട്ട് ചെയ്തതായിരിക്കണം. എന്നാൽ മാത്രമേ അത് ആ നിറം തിരിച്ചറിയുള്ളൂ. ഇനി സൂര്യപ്രകാശത്തിൽ ഒരു വെള്ള സർഫേസ് കാണുന്നത് എങ്ങനെയാണോ അതാണ് ക്യാമറയുടെ ഒരു റെഫറൻസ്. അതായത് നമ്മൾ വൈറ്റ് ബാലൻസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സൂര്യപ്രകാശത്തിൽ വെള്ള നിറത്തെ കാണുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മറ്റു കളറിൻ്റെയൊക്കെ പൊസിഷൻ കൃത്യമാണ് എന്ന് ക്യാമറ ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഈ വൈറ്റ് ബാലൻസിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളതിലേക്ക് പോയി നോക്കാം. അതായത് വൈറ്റ് ബാലൻസിന് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കെൽവിൻ എന്നൊരു യൂണിറ്റാണ്. ചൂട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു യൂണിറ്റാണ്. അപ്പോൾ ഈ ഒരു ഇരുമ്പിൻ്റെ ഒരു ലോഹത്തിലേക്ക് ഒരു നിശ്ചിത അളവ് ചൂട് അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് പഴുത്തിട്ട് അതിനൊരു നിറം വരും. ടെമ്പറേച്ചർ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ നിറം മാറി വരും. ആ മാറി വരുന്ന നിറങ്ങളും ഈ അപ്ലൈ ചെയ്യുന്ന ചൂടും അതാണ് നമ്മളെ ക്യാമറയിലും നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഒരു റെഫറൻസാണ് ഉപയോഗിക്കുന്നത്. കാരണം പഴയ കാലത്ത് ലൈറ്റ് സോഴ്സ് എല്ലാം തന്നെ ടങ്സ്റ്റൺ ബേസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ മെറ്റൽ ലോഹം പഴുപ്പിച്ചിട്ടുള്ള പ്രകാശമായിരുന്നു പഴയ കാലത്ത് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, ബൾബൊക്കെ അങ്ങനെയാണ് പ്രകാശിക്കുന്നത്. ആ ബൾബ് തന്നെ നല്ല വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഒരു വെളുത്ത പ്രകാശമാണെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞ് അത് മഞ്ഞയായി വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ടങ്സ്റ്റൺ പഴുക്കുന്നതിനനുസരിച്ചാണ് ആ ലൈറ്റിൻ്റെ കളറ് മാറി വരുന്നത്. എങ്ങനെയാണ് ഇത് നമ്മുടെ
ക്യാമറയിൽ യൂസ് ചെയ്യാൻ പറ്റുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് സൂര്യപ്രകാശത്തിനെ ബേസ് ചെയ്തിട്ടാണ്. കെൽവിനിലോട്ട് തന്നെ തിരിച്ചു പോകാം. അതായത് സൂര്യപ്രകാശത്തിൻ്റെ കെൽവിൻ എന്ന് പറയുന്നത് ഏകദേശം 5000 മുതൽ 5200 കെൽവിൻ വരെയാണ്. നമ്മൾ ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൂര്യപ്രകാശത്തിൽ ഷൂട്ട് ചെയ്യാനാണ്. ഇനി നമ്മൾ കൊണ്ടുപോയിട്ട് അത് ഷൂട്ട് ചെയ്യുന്നത് ഒരു ബൾബിൻ്റെ വെളിച്ചത്തിലാണ്. ക്യാമറയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ക്യാമറക്ക് സ്വന്തമായിട്ട് ഒരു ബുദ്ധിയില്ല. നമ്മുടെയൊക്കെ തലച്ചോറ് പോലെ ഒരു തലച്ചോറ് അതിനില്ല. അതിന് കമാൻഡുകൾ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ക്യാമറ ഉപയോഗിക്കുന്നത് എപ്പോഴും ഫീൽഡിൽ നിന്നും വസ്തുക്കളിൽ തട്ടി പ്രതിഫലിച്ച് വരുന്ന പ്രകാശമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഒരു വെള്ള ഷർട്ടിട്ട ഒരാളെ ഒരു ബൾബിൻ്റെ കീഴിൽ നിർത്തിയിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ക്യാമറ ആ വെള്ള ഷർട്ടിനെ ഒരു മഞ്ഞയായിട്ടേ കാണുകയുള്ളൂ. കാരണം അത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് മഞ്ഞ ബൾബിൽ നിന്നും വരുന്ന ഒരു ലൈറ്റ്, മഞ്ഞ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബിൽ നിന്നും വരുന്ന ഒരു ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അത് മഞ്ഞയായിട്ടേ ആ വെള്ള ഷർട്ടിനെ തിരിച്ചറിയുള്ളൂ. അത് ക്യാമറയുടെ ഒരു കുഴപ്പമില്ല, നമ്മുടെ കണ്ണിലും അങ്ങനെ മഞ്ഞയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മുടെ ബുദ്ധി ആ ഒരു വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അത് അവിടെ ഒരു കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അത് മഞ്ഞയല്ല, ലൈറ്റ് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കാണുന്നതാണെന്ന് നമ്മളറിയാതെ തന്നെ അത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളത് വെള്ളയായിട്ട് തന്നെ കാണും. നമ്മൾക്കത് വലിയൊരു പ്രശ്നമൊന്നായി മാറാറില്ല. പക്ഷേ ക്യാമറക്ക് അങ്ങനെ തിരിച്ചറിയാൻ ഒരു കഴിവില്ലാത്തത് കൊണ്ട് തന്നെ ക്യാമറ മഞ്ഞയായിട്ട് അതിനെ റെക്കോർഡ് ചെയ്ത് തരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അയാൾ കണ്ടത് വെള്ളയാണ്, വെള്ള ഷർട്ടാണ്. പക്ഷേ അയാൾ റെക്കോർഡ് ചെയ്ത ഫോട്ടോയിൽ അത് മഞ്ഞ നിറമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യണം. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കാൻ പോകുന്നത്.